ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാലും ചില ആൾക്കാർക്കെങ്കിലും സംശയങ്ങളുണ്ട്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് ഈശ്വരനെ സാക്ഷി നിർത്തി നമ്മൾ ചെയ്യും. ഈ ഈശ്വരൻ എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. അതുപോലെ എല്ലാവരുടെ കാര്യം അല്ല പറയുന്നത്, ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, പ്രാർത്ഥന. ആരെന്ത് പറഞ്ഞാലും ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറയും. ഈ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായ ഭാഗ്യവും ഫലവും ഉണ്ടെന്ന് എല്ലാ ആൾക്കാർക്കും നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഇന്നും അത് തുടർന്നു പോകുന്നത്. ഈ തുടർച്ചയായ ഭാഗത്തിന് കാരണം തന്നെ ഇതാണ്. ഇതിനെ വളർത്താനും അതിനനുസരിച്ച് നീങ്ങാനും ജനങ്ങൾ ധാരാളമുണ്ട്, അനുഭവസ്ഥരും ഉണ്ട്. എത്രത്തോളം പ്രാർത്ഥിക്കുന്നുവോ, എത്രത്തോളം അനുസരിക്കുന്നുവോ, എത്രത്തോളം ഭഗവാനിലുമായിട്ട് ഇഴുകിച്ചേരുന്നുവോ അതിനനുസരിച്ചുള്ള നേട്ടം വളരെ വലുതാണ്. ഓരോരോ പ്രാവശ്യവും നമ്മൾ ചെയ്യുന്ന ഓരോരോ കർമ്മഫലവും നമ്മളിൽ തന്നെ വന്നെത്തും. നമ്മൾക്കത് കിട്ടുകയും ചെയ്യും. അതിന് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നേട്ടങ്ങൾ മുഴുവനും ഉള്ളതാണ് ഭഗവാൻ. നേട്ടം തന്നില്ലെങ്കിൽ അത് ഭഗവാനല്ല, ഈശ്വരനല്ല എന്ന് വിചാരിക്കുന്നിടം തന്നെയാണ് തെറ്റ്. ഈ തെറ്റിനെ തിരുത്താൻ ആർക്കും കഴിയില്ല. തെറ്റ് തിരുത്താത്തവർക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല. ഇതിൻ്റെ ബാക്കി ഭാഗം ഉണ്ടാകും, ഉറപ്പാണ്. 1ാം സ്റ്റാൻഡേർഡ് പാസ്സായാൽ മാത്രമേ 2ാം സ്റ്റാൻഡേർഡിലോട്ട് കയറാൻ കഴിയൂ. ആൾ പ്രൊമോഷൻ എന്നുള്ളൊരു സംഭവം വച്ചിട്ടുണ്ടെങ്കിലും അവസാനം ചെന്ന് ഒരുപാട് വേദനിക്കും. ഇതിനെല്ലാം കാരണം ഈശ്വരൻ എന്ന വൻ ശക്തിയെ നമ്മൾ മുറുകെ പിടിക്കാത്തത് കൊണ്ട് തന്നെയാണ്. ഈശ്വരനെ നന്നായിട്ട് പിടിക്കുക, കർമ്മങ്ങൾ നമ്മൾ നന്നായിട്ട് ചെയ്യുക. ഒരിക്കലും തോൽക്കേണ്ടി വരില്ല. ഈ തോൽവി സംഭവിച്ചാൽ പോലും അടുത്ത വൻ വിജയത്തിലേക്ക് തന്നെ ആയിരിക്കും. അതുകൊണ്ട് പ്രാർത്ഥന ഏത് നിമിഷവും നമ്മൾക്ക് അനുകൂലമല്ലാതെ പ്രതികൂലം വന്നിട്ടേയില്ല. അങ്ങനെ ഒരു ചരിത്രവും ഇല്ല. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കാനുള്ളതിന് പകരം മറ്റുള്ളവരുടെ തലയിൽ വെച്ചു കൊടുത്തിട്ട് അത് നമ്മുടെ കുറ്റം അല്ല എന്ന് വിചാരിക്കുന്നവിടം ഏറ്റവും വലിയ തെറ്റാണ്. നാം നന്നായിട്ട് പ്രവർത്തിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഈശ്വരനിൽ അർപ്പിക്കുക, മുന്നോട്ട് പോവുക. ഇതൊക്കെ വളരെ കാലങ്ങൾക്ക് മുമ്പ് നന്നായി നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ്. അത് വളരും തോറും അതിൻ്റെ ആക്കം കുറഞ്ഞു വന്ന് അതിനെ നിർജീവമാക്കുകയാണ് ചെയ്യുന്നത്. നിർജീവമായ ഒരു ശക്തിക്കും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. ജീവനുള്ള ഒരു ശക്തിക്ക് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കഴിയൂ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ശക്തിയെ നാം തന്നെ ഉണർത്തണം. നാം ഉണർത്തുന്നതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. കർമ്മം കൊണ്ട് നല്ലത് ചെയ്യുക, പ്രവർത്തനങ്ങൾ കൊണ്ട് നല്ല രീതിയിലാകുക. ഈ 2 കർമ്മങ്ങളും നമ്മൾ നന്നായിട്ട് ചെയ്യുമ്പം ഈശ്വരൻ എന്ന വൻ ശക്തി നമ്മളോടൊപ്പം ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഏത് കാര്യവും. അതിനനുസരിച്ച് നമ്മൾ നീങ്ങണം, ഉയരണം, വളരണം എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ആരുടെയും കുറ്റം ആരിലും നമ്മൾ കുറ്റം ഏൽപ്പിക്കല്ലേ. ആരാലും കുറ്റം നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്യരുത്. പല ആൾക്കാർക്ക് എളുപ്പ ഒരു വഴിയുണ്ട്. നമ്മളുടെ കുറ്റം ആൾക്കാരിൽ മറ്റുള്ളവരിൽ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളിൽ ഏൽപ്പിക്കുക. അതുപോലെ തിരിച്ചും നമ്മൾക്കും ഒരു എളുപ്പമാർഗമുണ്ട്. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ മുഴുവനും ഏതിൻ്റെയെങ്കിലും ഒരു ഉപകരണത്തിൻ്റെ തലയിൽ കൊണ്ടിടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ വശത്തേക്ക് ചാർത്തി വെച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചാഞ്ഞ് വെച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ തലയിലേക്ക് മാറ്റി വയ്ക്കുക. ഇത് മുഴുവനും അനുഭവിക്കുന്നത് നാം തന്നെ ആയിരിക്കും. തൽക്കാലം ഒന്ന് രക്ഷപ്പെടാൻ എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് പ്രാർത്ഥന. അതോടൊപ്പം അതിനേക്കാളും പ്രധാനപ്പെട്ടത് തന്നെയാണ് നമ്മുടെ കർമ്മഫലങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്യുക എന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരം ജോലികളുണ്ട്, ഓരോരുത്തർക്കും ഓരോ തരം കർമ്മങ്ങളുണ്ട്. ഈ കർമ്മങ്ങളെ മറന്ന് ജീവിക്കരുത്. അത് കുഞ്ഞുകുട്ടികളിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ ഉള്ളിലുള്ള ശക്തി പുറത്ത് തന്നെ വന്നിരിക്കും. അത് നമ്മൾ വളരുന്നതിനനുസരിച്ച് മാത്രമേ വളരുകയുള്ളൂ. തനിയെ വളരുന്ന ഒരു ചരിത്രം ഇല്ല.
അത് കാരണം അത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. എല്ലാവർക്കും അത് സാധിക്കും. എല്ലാവർക്കും ഭഗവാൻ അത് കൊടുക്കാനും കഴിയും. എടുത്താൽ മാത്രമേ കിട്ടൂ, ഉൾക്കൊണ്ടാൽ മാത്രമേ കിട്ടൂ, അത് മനസ്സിലാക്കിയാൽ മാത്രമേ കിട്ടൂ, അത് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ അത് നേടാൻ കഴിയൂ എന്നുള്ളൊരു ചിന്ത കൂടെ വേണം. നമ്മുടെ ഉള്ളിലെ എത്രയെല്ലാം അഴുക്കുകളുണ്ടോ അതെല്ലാം നാം തന്നെ കളഞ്ഞ് മുന്നോട്ട് പോകുമ്പം കിട്ടുന്ന മഹാഭാഗ്യം ആസ്വദിച്ച് ജീവിക്കാൻ കഴിയും. ഏവർക്കും കഴിയുന്ന കാര്യം തന്നെയാണിത്. നേടിയെടുക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക. എല്ലാ ഭാഗ്യവും ഭഗവാൻ തരും. എല്ലാ ഭാഗ്യവും നേടിയെടുക്കണം. ലോകാ സമസ്ത സുഖിനോ ഭവ. ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതീയമ്മയിലൂടെ എത്തും.